Good morning, all. Today we are going to be discussing five stories in a poem. അപ്പം ഈ ഫൈവ് സ്റ്റോറീസും ഒരു പോയം എന്താണ് നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പം ഇത് എക്സാമിൽ എങ്ങനെയാണ് വരിക, പിന്നെ അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സ്റ്റോറി ഒരു 2 പ്രാവശ്യം സ്റ്റോറി ആണെങ്കിലും പോയം ആണെങ്കിലും ഒന്ന് വായിക്കുക. നല്ല വൃത്തിക്ക് വായിക്കണം, കാരണം ഏതെങ്കിലും ഒരു ലൈൻ ആയിരിക്കും അവർ എക്സാമിൽ നിങ്ങൾക്ക് എടുത്തു തരിക. പിന്നെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ സ്റ്റോറീൻ്റെയും പോയമിൻ്റെയും ബുക്കിൽ തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ആൻസർ കീയോട് കൂടെ അത് തന്നിട്ടുണ്ട്. അപ്പം ആ നോട്ട്സ് ഒക്കെ വായിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, കമ്മിങ് ഹിയർ ടുഡേ ഐ ഹാവ് നോ ഹിഡൻ അജൻഡ, ഐ എം ഫൈറ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ. ഇത് ഏത് സ്റ്റോറീൻ്റെയാണ്? ഇതാണ് സെവൻ സുസുക്കിൻ്റെ സ്റ്റോറീൻ്റെ. അപ്പം ഹൂ ഇസ് ദ സ്പീക്കർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ദ സ്പീക്കർ ഹിയർ ഇസ് സെവൻ സുസുക്കി. ഓക്കെ, വൈ ഡസ് ദ സ്പീക്കർ ഹാവ് ടു ഫൈറ്റ് ഫോർ ദ ഫ്യൂച്ചർ? എന്തുകൊണ്ടാണ് സ്പീക്കറിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത്? ബിക്കോസ് ദ അഡൾട്ട്സ് ഹാവ് നോട്ട് ടേക്കൻ കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, she has to fight for the future because there are so many environmental issues that are created by the adults. ഓക്കെ, അപ്പോൾ അഡൾട്ട്സ് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പം എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്ത് സിറ്റുവേഷനിലാണ് ഇത് പറഞ്ഞതെന്ന്. സ്റ്റോറി ആദ്യം നമുക്കൊന്ന് റീകോൾ ചെയ്യാം. സെവൻ സുസുക്കി ആരായിരുന്നു? ഒരു എൻവയറൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷനിലെ ആക്ടിവിസ്റ്റ് ആയിരുന്നു. 12 വയസ്സാകുമ്പം എർത്ത് സമ്മിറ്റ് അറ്റ് റിയോ ഡി ജനീറോയിലാണ് സ്പീച്ച് പറഞ്ഞത്. ഈ നമ്മൾ പഠിച്ച ആ സ്പീച്ച് ആ ഒരു സ്ഥലത്താണ് പറഞ്ഞിരുന്നത്. അപ്പം സെവൻ സുസുക്കിൻ്റെ കൂടെ തന്നെ സെവൻ സുസുക്കിൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് സെയിം ഏജ് ഗ്രൂപ്പിൽ. അവരെല്ലാവരും എന്തൊക്കെ എൻവയറൺമെൻറ്റൽ ഇഷ്യൂസ് ഈ വേൾഡിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളത് കൺട്രോൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യണം, അതൊക്കെ പറയാനാണ് ആ ഒരു സ്പീച്ച് പറഞ്ഞത്. അപ്പോൾ അതിൽ അവൾ കുറേ കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കും. അവൾ എന്താ പറയുക, അവൾ പറയും ഇപ്പം എന്താണ്, ഓസോൺ ലെയറിൽ ഹോളുണ്ട്, അപ്പോൾ നമുക്ക് പിന്നെന്താണ്, എയറിൽ മൊത്തം കെമിക്കലാണ്, അതുകൊണ്ട് നമുക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല. ആനിമൽസും ബേർഡ്സും എല്ലാം പ്ലാന്റ്സും എക്സ്റ്റിങ്ക്റ്റ് ആവാണ്. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വാനിഷ് ആവുക. അതായത് ആ സ്പീഷീസ് കംപ്ലീറ്റ്ലി തീർന്നു, എല്ലാവരും മരിച്ചു പോവാണ്. പിന്നെന്താണ്, വേറെന്താ പറഞ്ഞിരുന്നത്, ഈ ആനിമൽസിനൊക്കെ വേറെ സ്ഥലമില്ല പോവാൻ വേണ്ടിയിട്ട്, കാരണം ട്രീസൊക്കെ കട്ട് ഡൗൺ ചെയ്യാണ് നമ്മൾ. പിന്നെന്താ ചെയ്യുന്നത്, ഈ സെവൻ സുസുക്കി എന്ന് പറഞ്ഞ കുട്ടി എന്താണ്, വാൻകൂവറിൽ അവളുടെ അച്ഛൻ്റെ കൂടെ ഫിഷിങ്ങിന് പോവായിരുന്നു. അതും ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, കാരണം അവിടുത്തെ ഫിഷ് മൊത്തം എന്താണ്, ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. അതെന്തുകൊണ്ടാണ്? വാട്ടർ പൊല്യൂഷൻ കാരണം. ഓക്കെ, അപ്പം ഇതേപോലത്തെ പല കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് സെവൻ സുസുക്കിൻ്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കോണ്ടെക്സ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് നോട്ട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ എഴുതണം, കാരണം ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മച്ച് സിംപ്ലർ. ഓക്കെ, സിമ്പിളാണ്. അപ്പം ഇവിടെ സെവൻ സുസുക്കിൻ്റെ സ്റ്റോറീൻ്റെ ഒരു വെരി സ്മോൾ സെൻട്രൽ ഐഡിയ ജസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ബാക്കി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കണം, പിന്നെന്താണ്, സ്റ്റോറി അറ്റ്ലീസ്റ്റ് ഒരു 2 times വായിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വീനസ്. വെൻ ദേ ടോക്ഡ് അബൌട്ട് ദ വാട്ടറി പ്ലേസ് ഐ തോട്ട് ദേ മെന്റ് വെനിസ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സ്റ്റോറി എന്നാണ് ഓർമ്മയുണ്ടോ? എന്നാൽ പറഞ്ഞുതരാം, ആ സ്റ്റോറി ഒന്ന് ജസ്റ്റിൽ പറഞ്ഞുതരാം. അപ്പം ബാർട്ട് കാമറോൺ എന്ന് പറഞ്ഞ ഒരാൾ എന്താണ്, ഷെറിഫായിരുന്നു. വേ വാസ് ഹി ദ ഷെറിഫ്? ട്വിൻ ഗൾച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, US ഒരു സ്ഥലമാണ് ട്വിൻ ഗൾച്ച്. അവിടുത്തെ ഷെറിഫായിരുന്നു അയാൾ. അപ്പോൾ അയാൾ ടാക്സ് ഫോം ഫില്ല് ഇരിക്കുന്ന സമയത്താണ് ഏലിയൻസ് ലാൻഡ് ചെയ്തത്. അപ്പം ഈ ബാർട്ട് കാമറോണിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആരാണ്? നാരേറ്റർ എന്ന് പറയുമ്പം സ്റ്റോറി പറയുന്നയാൾ ആണ് നാരേറ്റർ. അപ്പം നാരേറ്റർ എന്താണ്, ഡെപ്യൂട്ടിയാണ് ആരത്, ഈ ബാർട്ട് കാമറൂണിൻ്റെ. ഓക്കെ, അപ്പം ആ സമയത്ത് ടാക്സ് ഫോം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഈ നാരേറ്റർ കണ്ടു ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ സംഭവം എന്താണ് ലാൻഡ് ചെയ്തു. എന്നിട്ട് അവരെന്താണ് വാതിൽ മുട്ടിയിട്ട് ഉള്ളിലേക്ക് വന്നപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ എന്താണ് ഒരു നോർമൽ ആളെ പോലെയായിരുന്നു. അവർ സൂട്ടും ഷൂസും ബ്ലാക്ക് കോട്ടും, പിന്നെ എന്താണ് അവരുടെ കോംപ്ലക്ഷൻ ഭയങ്കര ഡാർക്ക് ആയിരുന്നു, അവരുടെ മുടി ഭയങ്കര വേവി ആയിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ. അപ്പം ഇവർ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇവർ പറഞ്ഞു നമുക്ക് നമ്മളൊരു ഓർഗനൈസേഷനിൻ്റെ പാർട്ടാവണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന്. അപ്പം ഇവർ ചോദിച്ചു, ബാർട്ട് ക്യാമറൂൺ എന്ന ആൾ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന്. അയാൾ ആ സമയത്ത് ഭയങ്കര ബിസിയാണ്. അപ്പോൾ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തൊക്കെയോ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വാട്ടറി പ്ലേസ് എന്നാണ്, വീനസ് എന്നാണെന്ന്. വീനസ് എന്ന് പറയുമ്പോൾ വേറൊരു പ്ലാനറ്റ് ആണ്. പക്ഷെ ബാർട്ട് ക്യാമറൂൺ എന്താണ്? വാട്ടറി പ്ലേസ്, അതായത് കുറേ വെള്ളമുള്ള സ്ഥലം എന്ന് കേട്ടപ്പോൾ എന്താണ് വിചാരിച്ചത്? അവർ വെനിസ് എന്നാണെന്ന്. വെനിസ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഇറ്റലിയിലാണ് വെനിസ്. ഓക്കെ, ഫ്ലോട്ടിംഗ് സിറ്റിയിലെ സ്ഥലം. വെനിസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഫ്ലോട്ടിംഗ് സിറ്റി എന്നാണ് പറയുക. ഓക്കെ, അപ്പം അതിനുശേഷം എന്താണ്? അപ്പം ഇവർ ഭയങ്കര റൂഡ്ലി ചോദിച്ചു, ഈ ബാർട്ട് ക്യാമറൂൺ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? അപ്പം അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു നമ്മളിവിടെ നമ്മളെ ഓർഗനൈസേഷൻ്റെ പാർട്ടാക്കാൻ വേണ്ടി വന്നതാണ്, വളരെ ദൂരെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പം ദേഷ്യം പിടിച്ചു ബാർട്ട് ക്യാമറൂണിന്. ബാർട്ട് ക്യാമറൂൺ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഫോറിനേഴ്സാണ് നിങ്ങളിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണോ, അധികം അതും പറഞ്ഞാൽ നമ്മൾ ലോക്കാക്കി ഇടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നാരറ്ററിന് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നാരറ്റർ എന്താണ്? സ്റ്റണ്ടായി, ഷോക്കായി ഇരിക്കുകയാണ് എന്താണ് നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. ഓക്കെ, അതിനുശേഷം എന്താണ് അവർ പറഞ്ഞു നിങ്ങളപ്പം നമ്മളിവിടെ വരണ്ട എന്നാണ് ഉള്ളത് അല്ലേ. പിന്നെന്താണ്? വേറൊരു കാര്യം ഞാൻ മിസ്സായിപ്പോയി. അവർ ഇതും പറഞ്ഞിരുന്നു, നമ്മൾ ട്വിൻ ഗൾസ് എന്നുള്ള സ്ഥലം എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? അത് വളരെ ഐസൊലേറ്റഡ്, അതായത് ആൾക്കാരൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് പ്ലേസ് നമ്മൾ ചൂസ് ചെയ്തതെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ എന്താണ് അവർ ചോദിച്ചു, അപ്പം നിങ്ങൾക്ക് നമ്മളെ ഓർഗനൈസേഷൻ്റെ പാർട്ടാവണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു. അപ്പം ഈ വീനസ് എന്ന് വന്ന ഏലിയൻസ് എന്താണ് പറഞ്ഞത്? ഏലിയൻസ് പറഞ്ഞു നമ്മൾ നമ്മളെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തു, നമ്മൾ വന്നു സംസാരിക്കാൻ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഓക്കെ, ഇനി ആർക്കും ഇവിടുന്ന് പുറത്തും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് ആരും വരികയില്ല, നമ്മളൊരു വാർണിംഗ് ഗേർഡിൽ എന്ന് പറയുമ്പോൾ ഒരു റോപ്പ് പോലത്തെ സംഭവം എന്താണ് നമ്മൾ കെട്ടിവെക്കുക ഏർത്തിൻ്റെ ചുറ്റും, അപ്പോൾ ആരും ഇങ്ങോട്ട് വരില്ല അങ്ങനെ പറഞ്ഞു. അവർ പോയതിന് ശേഷമാണ് ഇവർ ചോദിക്കും, നാരേറ്റർ ചോദിക്കും എന്താണ് നീ ചെയ്തത്, ഇത് വീനസ് വന്ന ആൾക്കാരാണ്, എന്തിനാ അവരെ പുറത്താക്കിയെന്ന്. അപ്പോൾ ഈ ബാർട്ട് ക്യാമറൂൺ പറഞ്ഞു അയ്യോ വീനസ് എന്നായിരുന്നോ, ഞാൻ വിചാരിച്ചു വെനിസ് എന്നായിരുന്നു എന്ന്. ഓക്കെ, ബേസിക്കലി ജസ്റ്റ് അതാണ് സ്റ്റോറീൻ്റെ. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് എക്സാമിൽ എപ്പോഴും വരുന്നത് RTC ആണ്, അതായത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്. ആ ലൈൻ ആരാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞതെന്ന് എപ്പോഴും അറിഞ്ഞു വെക്കണം. അപ്പോൾ അതിനു വേണ്ടി എന്താണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം വായിച്ചാൽ പോരാ, സ്റ്റോറിയും വായിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, ഹൂസ് വേർഡ്സ് ആർ ദീസ്, ആരാണ് ഈ വേർഡ്സ് പറഞ്ഞത്? ഓക്കെ, ഇത് പറഞ്ഞത് ആരാണ്? ബാർട്ട് ക്യാമറൂൺ ആണ് പറഞ്ഞത് ഈ വേർഡ്സ്. ഹൂ ആർ മെൻഷൻഡ് ഹിയർ. അപ്പം ഈ ദേ എന്ന് പറഞ്ഞ ആൾക്കാർ ആരാണ്? വെനൂസിയൻസ് ആണ്. VENUSIANS, വെനൂസിയൻസ് ആണ് ഈ പറഞ്ഞ ആൾക്കാർ. എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? നിങ്ങൾ പറയണം ഈ പറഞ്ഞ ആൾക്കാർ എന്താണ്, ദേ ആർ ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഈസ് എന്ന് പറയണ്ട. നിങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾ പറയണം എ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ 2 Venusians had come to visit the sheriff at the Twin Gulch office, and they said that they had come and they asked the sheriff to join their organization, but sheriff, thinking that they are foreigners, refused to comply to their wishes and fired them. And he was so rude to them that the Venusians swore that they would not come back there and that no person from the earth would be able to go back. And എന്താണ് പറ്റിയത് ഇവിടെ? പറ്റിയത് എന്താണ്? The sheriff thought that they are foreigners, and when they said they are from Venus, he heard that they are from Venice. അപ്പോൾ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ലൈൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? What does it matter if you are not first in the trials? Tomorrow is what counts. ഇത് ഏത് സ്റ്റോറിയാണ്? Who speaks these words and whom are they spoken to? ഇത് ജെസ്സി ഓവൻസിൻ്റെ സ്റ്റോറിയാണ്. ജെസ്സി ഓവൻസ് ആരാണ്? ഒരു അമേരിക്കൻ ഫീൽഡ് അത്ലീറ്റ് ആണ്. അപ്പം അയാൾ എന്താണ്, ബെർലിൻ ഒളിമ്പിക്സ് ഉണ്ടായിരുന്ന സമയത്ത് അയാൾ അവിടെ പോയിരുന്നു. ഓക്കെ, എന്നിട്ട് എന്താണ്, അയാൾ ലോങ് ജമ്പിൽ ട്രയൽ ജമ്പ് ഉണ്ടാവുമല്ലോ, ട്രയൽ ജമ്പിൽ എന്താണ്, അയാൾ 2 പ്രാവശ്യം ജമ്പ് ചെയ്തു. പക്ഷേ അയാൾക്ക്
കറക്റ്റ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. തേർഡ് ജമ്പ് ചെയ്യുന്നതിന് മുമ്പേ എന്താണ് ലസ് ലോങ് എന്ന് പറഞ്ഞ ആള്, ലസ് ലോങ് എന്താണ് ജർമ്മനീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അയാൾ എന്താണ് വന്നിട്ട് ജെസ്സി ഓവൻസിനോട് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്, ഒന്നും വിചാരിക്കാണ്ട് നന്നായി ജമ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ജമ്പ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടി. അപ്പം ലസ് ലോങ് എന്താണ് ആരെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, ജർമ്മനീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ജെസ്സി ഓവൻസ് US-ൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ജെസ്സി ഓവൻസ് വേറെ കുറേ ഗോൾഡ് മെഡൽ കിട്ടിയ ആളാണ്. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ജെസ്സി ഓവൻസ് ആണ് ജയിക്കുക എന്ന്. പക്ഷെ ആ സമയത്ത് ഹിറ്റ്ലർ ആയിരുന്നു അവിടുത്തെ റൂലർ. ഹിറ്റ്ലർ റൂലർ ആയ കാരണം എന്താണ്, ഹിറ്റ്ലർ ആരോടും പറഞ്ഞിട്ടില്ല ലസ് ലോങ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന്. അപ്പോൾ അതിനുശേഷം എന്താണ് പറ്റിയത്, ഹിറ്റ്ലർ എന്താണ് ചെയ്തത്, ഹിറ്റ്ലർ ലസ് ലോങ്ങിനെ ഇറക്കി. ലസ് ലോങ് എന്താണ് അത്രയും നല്ലൊരു പ്ലെയർ ആയിരുന്നു. ലസ് ലോങ് പക്ഷെ നല്ല പ്ലെയർ മാത്രമല്ല, നല്ലൊരു ടീം സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരാളാണ്. അപ്പോൾ ലസ് ലോങ് എന്താണ് ചെയ്തത്, ലസ് ലോങ് ജെസ്സി ഓവൻസിനെ എൻകറേജ് ചെയ്തു, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അയാളെ എൻകറേജ് ചെയ്തു. അത് ചെയ്തപ്പോൾ എന്താണ് ജെസ്സി ഓവൻസിൻ്റെ പെർഫോമൻസും നന്നായി. നെക്സ്റ്റ് ഡേ എന്താണ് ജെസ്സി ഓവൻസ് ജയിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ജെസ്സി ഓവൻസ് പറഞ്ഞത്, നീ ട്രയൽസിൽ ഫസ്റ്റ് അല്ലെങ്കിൽ എന്താണ് നാളെയല്ല മെയിൻ ഗെയിമിൽ ആരാ ഫസ്റ്റ് ആവുന്നത്, അതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഹൂ സ്പീക്സ് ദീസ് വേർഡ്സ്, ലസ് ലോങ് സ്പീക്സ് ദീസ് വേർഡ്സ് ആൻഡ് ദേ ആർ സ്പോക്കൻ ടു ജെസ്സി ഓവൻ. വാട്ട് ആർ ദ ട്രയൽസ് റെഫർ ടു ഹിയർ? The Olympic long jump trials are the trials referred to here. Okay, Berlin Olympics. Explain the context. കോണ്ടെക്സ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ എന്താ മെൻഷൻ ചെയ്യേണ്ടത്, ദ സ്റ്റോറി ടേക്സ് പ്ലേസ് അറ്റ് ദ ബെർലിൻ ഒളിമ്പിക്സ്. ഓക്കെ, ജെസ്സി ഓവൻസ് ഇസ് എ representative player of USA and Lars Long is the player of Germany. And Jesse Owens was very tense because he was not being able to perform very well in the trials. And to encourage him, Lars Long reminds him that it is not the trials that counts but the main game that does. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യത്തിൻ്റെയും കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ബട്ട് ഹി സ്ട്രേഞ്ച്ലി ഇഗ്നോർഡ് ദാറ്റ് വിച്ച് ഹി ഹാഡ് കം ടു സീക്ക്. He was holding two little hands and looking into two penitent brown eyes while his heart raced with joy. അപ്പം ഈ ഒരു സ്റ്റോറി എവിടെ നിന്നാണ്, ന്യൂസ് പേപ്പർ സ്റ്റോറിയിൽ നിന്നാണ്. ന്യൂസ് പേപ്പർ സ്റ്റോറിയിൽ എന്തായിരുന്നു സംഭവം, ന്യൂസ് പേപ്പർ സ്റ്റോറിയിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതെനിക്ക് സമ്മറി ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം അതിൽ കുറേ ഡീറ്റെയിൽസ് ആണ് കൂടുതലായിട്ടും ഉള്ളത് സ്റ്റോറീനെക്കാട്ടും. ഓക്കെ, അപ്പം അതിലെന്താണ്, അതിൽ ഒരു കുറേ കോലമിനെ പറ്റിയിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാർട്ട് ടു ഹാർട്ട് കോലം ഉണ്ട്, ബ്യൂട്ടി പേജ് കോലം ഉണ്ട്, പിന്നെ എന്താണ് കുറേ ഹെഡ്ലൈൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഈ സ്റ്റോറിയിൽ മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂസ് പേപ്പർ സ്റ്റോറി നിങ്ങൾ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം മാത്രം വായിച്ചാൽ പോരാ, ചിലപ്പോൾ 2 or 3 പ്രാവശ്യം വായിക്കേണ്ടി വരും, കാരണം അതിൽ ഡീറ്റെയിൽസ് കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഹീ ആരാണ്, ഇവിടെ ഈ ഒരു ഹീ ആരാണ്, ജാക്ക് ആണ്. ഓക്കെ, whose hands was he holding and why did his heart race with joy? അപ്പം ജാക്ക് എന്താണ്, ജാക്ക് is holding the hands of his lover and his heart raced with joy because their fight had finally resolved. അപ്പോൾ ഇവർ രണ്ടാളും അടികൂടിയിട്ടായിരുന്നു ഉള്ളത്, പക്ഷെ അവരെ ഫൈറ്റ് റിസോൾവ് ആയി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ജാക്ക് വളരെ ഹാപ്പിയാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്താണ്, കോണ്ടെക്സ്റ്റ് ആണ് Jack's lover had posted a column in the personal section of the newspaper where she apologized to Jack. But എന്താണ്, Jack did not read the newspaper. Okay, despite that his newspaper had fallen into one of the lanes that he was walking through, and when he came back to get it he found her. മനസ്സിലായോ? അപ്പോൾ എന്താണ് പറ്റിയത്, ജാക്ക് എന്താണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജാക്കിൻ്റെ ന്യൂസ് പേപ്പർ വീണുപോയി. അപ്പം എന്നിട്ട് എന്താണ്, കുറച്ച് ദൂരം പോയതിന് ശേഷമാണ് ജാക്കിന് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ കാണാണ്ടായിട്ടുണ്ട് എന്ന്. അതെടുക്കാനാണ് ജാക്ക് തിരിച്ചു വന്നത്. ഓക്കെ, അപ്പോൾ അത് തിരിച്ചു വന്നപ്പോഴാണ് ജാക്ക് എന്താണ് ജാക്കിൻ്റെ ലവറിനെ കണ്ടത്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ജാക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ല, ജാക്കിൻ്റെ ലവർ എന്താണ് കോയിൻസിഡൻ്റലി ആണ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ജാക്ക് ന്യൂസ് പേപ്പർ വായിക്കാത്തതുകൊണ്ട് എന്താണ് ആ കോലം ജാക്ക് വായിച്ചില്ലായിരുന്നു. അപ്പം ന്യൂസ് പേപ്പർ കാരനാണ് ഇവർ രണ്ടാളും കൂടി ഒന്നിച്ചത്. ഓക്കെ, ഇതാണ് കോണ്ടെക്സ്റ്റ്.
He loved his father, wanted more than anything in the world his approval. If only he could conduct himself properly this morning, he knew that he would get it. ഓക്കെ, അപ്പം എന്താണ്, ജെറമി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അച്ഛനും ജെറമീൻ്റെ അച്ഛൻ എന്താണ്, ഹണ്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, ഹണ്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള കാരണം എന്താണ്, ജെറമീൻ്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ജെറമീം എന്താണ് ഷൂട്ടിംഗ് പഠിക്കണമെന്ന്. അപ്പം 14 വയസ്സായ സമയത്ത് എന്താണ്, ജെറമീൻ്റെ അച്ഛൻ എന്താണ് ഒരു റൈഫിലൊക്കെ കൊടുത്തിട്ട് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ ആ കൊണ്ടുപോയ സമയത്ത് എന്താണ്, ജെറമീനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ജെറമിക്ക് പക്ഷെ എന്ത് ചെയ്തിട്ടും ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ജെറമിക്ക് എന്താണ്, ജെറമീൻ്റെ അച്ഛനെ ഭയങ്കര അഡ്മയർ ചെയ്യുന്നുണ്ട് ജെറമി. അപ്പോൾ ജെറമിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവൻ്റെ അച്ഛൻ അവൻ ഭയങ്കര നല്ലതാണെന്ന് പറയണം, അവനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവൻ ഷൂട്ടിംഗ് ചെയ്യാൻ പോകുന്നത്, അല്ലാണ്ട് അവന് ഷൂട്ടിങ്ങിൽ തീരെ താല്പര്യമില്ല. അപ്പം ഓക്കെ, തീരെ താല്പര്യമില്ല. അപ്പം എന്താണ്, ജെറമി ലാസ്റ്റ് പക്ഷെ ജെറമീനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ജെറമി പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ജെറമി പറഞ്ഞു എനിക്ക് പറ്റില്ല. ജെറമീൻ്റെ അച്ഛൻ ചോദിച്ചു എന്തുകൊണ്ട്? അപ്പോൾ ജെറമി പറയും കാരണം അവർ ഇത്രയും അലൈവാണ്. അലൈവ് എന്ന് പറയുമ്പോൾ അവർ ഇത്ര അധികം ജീവനോട് കൂടി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാന്ന്. അപ്പം ജെറമീൻ്റെ അച്ഛൻ എന്താണ് ജെറമീനെ പറഞ്ഞ് മനസ്സിലാക്കിയത്, നമുക്ക് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എത്ര കറേജ് വേണോ, എത്ര നമുക്ക് ധൈര്യം വേണോ, അതിനെക്കാട്ടും ചിലപ്പോൾ കൂടുതൽ ധൈര്യമാണ് നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടേ. സ്പെഷ്യലി ഷൂട്ടിംഗ് പോലത്തെ ഒരു കാര്യം വരുമ്പം ഷൂട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ധൈര്യം കാണിക്കുന്നത്. കാരണം അവിടെ നമ്മൾ എന്താണ് കാണിക്കുന്നത്, നമ്മളെ കമ്പാഷൻ, നമ്മളെ മനസ്സെത്ര നല്ലതാണെന്ന് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഹൂ ഇസ് ദ ഹീ മെൻഷൻഡ് ഹിയർ. അപ്പം ജെറമി ഇവിടെ എന്താണ് പറയുന്നത്, ഓക്കെ വൺ മോർ തിങ്, ഈ സ്റ്റോറീൻ്റെ ലാസ്റ്റിൽ പിന്നെ എന്താണ് ജെറമീൻ്റെ അച്ഛൻ പറയും അപ്പം ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു നിർബന്ധവുമില്ല, എനിക്ക് ഷൂട്ടിംഗ് ഇഷ്ടമാണ് വെച്ചിട്ട് മോനും ഇഷ്ടമാവണമെന്ന്. പിന്നെന്താണ്, ജെറമിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജെറമീൻ്റെ അച്ഛൻ എന്താണ് ചെയ്തത്, ജെറമീനോട് പറഞ്ഞു എന്നെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കുമോ, ക്യാമറ യൂസ് ചെയ്യാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഹൂ ഇസ് ദ ഹീ മെൻഷൻഡ് ഹിയർ. ഇവിടെ ഹീ എന്ന് പറയുന്നത് ജെറമിയാണ്. സോ ദ ഹീ മെൻഷൻഡ് ഹിയർ ഇസ് ജെറമി. വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് മോർണിംഗ്? Jeremy was about to enter the mystical rites of shooting this morning because he had turned 14 years ആകുമ്പോൾ എന്താണ്, mystical rites of shooting സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. How did the morning turn out for him? The morning turned out great for him because although he did not learn how to shoot, he did learn that not shooting takes way more courage than shooting does. And his father, understanding him and his passion, also tried to learn photography. Okay, അപ്പം എന്താണ് ആ മോർണിംഗ് എങ്ങനെയായിരുന്നു? ആ മോർണിംഗിൽ അവൻ്റെ അച്ഛനും എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ഒരു ദിവസം അല്ലെങ്കിലും അതിനെക്കാട്ടും നല്ലൊരു ദിവസമായിരുന്നു ആ ദിവസം. കാരണം അന്നെന്താണ്, ജെറമിക്ക് ഷൂട്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ജെറമീൻ്റെ അച്ഛൻ അറിഞ്ഞു. ജെറമീൻ്റെ ഇൻട്രസ്റ്റിൽ ജെറമീൻ്റെ അച്ഛനും എന്താണ് ഇൻട്രസ്റ്റ് എടുക്കാൻ ശ്രമിച്ചു. നെക്സ്റ്റ് എന്താണ്, we have chosen this locality for our first meeting because it is isolated and peaceful. അപ്പോൾ ഇതാരാണ്? The speaker is one of the Venusians. Okay, the speaker is a Venusian. Which locality was chosen for the meeting? Twin Gulch, USA was chosen for the meeting. What was the outcome of the meeting? എന്തായിരുന്നു ആ മീറ്റിങ്ങിന് ശേഷം സംഭവിച്ചത്? ഇത് ദ വാട്ടറി പ്ലേസ് എന്നുള്ള ഒരു ലൈനാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ ഔട്ട്കം ഓഫ് ദ മീറ്റിംഗ് വാസ് ബാർട്ട് കാമറൂൺ, ദ ഷെരിഫ് ഓഫ് ദ ട്വിൻ ഗൾച്ച് USA, mistook the Venusians for foreigners from Venice and shooed them away, which is why they left by promising to tie a warning sign around the earth so that nobody could come in or go out of earth. ഓക്കെ, അതായിരുന്നു മീറ്റിങ്ങിൻ്റെ ഔട്ട്കം. കാരണം ആരും അറിഞ്ഞില്ല അത് വെനൂസിയൻസ് ആയിരുന്നു. അപ്പോൾ എന്താണ്, അവർ ഒരു ഗേർഡിൽ കെട്ടിവെക്കുക എർത്തിൽ വാർണിംഗ് സൈൻ ആയിട്ട് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദറ്റ് ഹിറ്റ്ലർ ഗ്ലേർഡ് അറ്റ് us from the stands not 100 yards away, Luz shook my hand hard and it wasn't a fake smile with a broken heart. ഓക്കെ, അപ്പം ലസ്ലോങ് എന്താണ്, ജെസ്സി ഓവൻസ് ജയിച്ചപ്പം അത്രയും സന്തോഷത്തോടെ എന്താണ് ജെസ്സി ഓവൻസ് നോക്കുകയാണ് ചെയ്തത്. ഹൂം ഡിഡ് ഹിറ്റ്ലർ ഗ്ലെയർ അറ്റ്? ഹിറ്റ്ലർ ആര് നോക്കി പേടിപ്പിച്ചത്? ഹിറ്റ്ലർ ഗ്ലെയർഡ് അറ്റ് ജെസ്സി ഓവൻസ്.
Why did Luz shake his hand? Luz shook Jesse Owens' hand because he was proud of his friend. Comment on the relationship between the speaker and Luz. ഈ ഒരു ആൻസർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെക്ഷനിൽ എഴുതി തന്നിട്ടുണ്ടെന്ന്. എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The relationship between Luz Long and Jesse Owens is very healthy. Luz shows a true sportsman spirit and the true spirit of friendship when he encourages Jesse Owens to perform well and is actually happy when he wins despite the fact that Luz Long does not. അപ്പം Luz Long ജയിച്ചിട്ടില്ലെങ്കിലും ജെസ്സി ഓവൻസ് ജയിച്ചത് കാരണം എന്താണ്, വളരെ സന്തോഷത്തിലാണ് Luz Long. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു Luz Long ആൻഡ് ജെസ്സി ഓവൻസിൻ്റെത്. നെക്സ്റ്റ് എന്താണ്, then a water hydrant played its part and the buggy upturned. The driver was flung on the road in front of a certain brownstone mansion. അപ്പോൾ ബ്രൗൺസ്റ്റോൺ മാൻഷന്റെ മുമ്പിൽ എന്താണ്, ഡ്രൈവർ വീണു. അപ്പോൾ ഈ ഡ്രൈവറിന്റെ പേരെന്താണ്, the name of the driver is Bobby. അപ്പം ഈ ബോബിയാണ് ഹാർട്ട് ടു ഹാർട്ട് കോലമിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് എൻ്റെ ലവറിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ആളെ ഞാൻ ഇംപ്രസ് ചെയ്യേണ്ടതെന്ന്. How is the brownstone mansion significant in this context? The brownstone mansion is significant in this context because that is where the girl Bobby likes lives. Okay, Bobby സ്നേഹിക്കുന്ന ആൾ അവിടെയാണ് താമസിക്കുന്നത്. This accident is a blessing in disguise for the driver. Comment. അപ്പം ഈ ഒരു ആക്സിഡൻറ്റ് എന്താണ്, ഒരു ബ്ലെസ്സിങ് പോലെയാണ്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So the accident is a blessing in disguise for the driver because since it is because of this accident that the lady from the house came running to him and expressed her love for him, telling that she would also die if something happened to him. അപ്പം അവൾക്കും എന്തെങ്കിലും സംഭവിക്കായിരുന്നു, അവൻ എന്തെങ്കിലും സംഭവിച്ചാലെന്ന് അവൾ എന്താണ്, അയാൾ വീണപ്പാണ് വന്ന് പറഞ്ഞത് കരഞ്ഞുകൊണ്ട്. അപ്പം ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഒരിക്കലും ബോബി അറിയില്ലായിരുന്നു. I am afraid to go out in the sun now because of the holes in the ozone. അപ്പോൾ ഇതും ആരാണ് പറയുന്നത്, സെവൻ സുസുക്കിയാണ് പറയുന്നത്. Who is the speaker? The speaker is Sevan Suzuki. Why is the speaker afraid to go out? The speaker is afraid to go out because the ozone layer of the sun is getting depleted, and it could cause skin cancer. Context എന്താണ്, കോണ്ടെക്സ്റ്റ് പിന്നെയും അത് തന്നെ പറയാം. സെവൻ സുസുക്കി എന്താണ്, സെവൻ സുസുക്കി ഒരു 12-year-old എൻവയറൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ്. അവർ സ്പീച്ചിൽ പറയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ എൻവയറൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്. ഇത് നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. I couldn't say or do anything. I just sat there. Who is I here? ആര് വന്നപ്പാണ് ഒരാൾക്ക് അനങ്ങാനും പറ്റാത്ത, ഒന്നും സംസാരിക്കാനും പറ്റാത്ത? ഇത് ദ വാട്ടറി പ്ലേസ് എന്നാണ്. നാരറ്റർ എന്താണ് സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്യുന്ന കണ്ടിരുന്നു. പക്ഷെ നാരറ്റർ എന്താണ്, ഷോക്കായിട്ടൊന്നും പറയാനും ചെയ്യാനും പറ്റുന്നില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വാക്ക് എഴുതിയിട്ടുള്ളത്. സ്പീക്കർ കുഡ് നോട്ട് ഡു എനിത്തിങ് ബിക്കോസ് ഹി വാസ് ടു ഷോക്ക്ഡ് ടു സ്പീക്ക്. ഓക്കെ, റീകോൾ ദ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്താണ്, a spaceship had landed to Twin Gulch, USA outside his office when the narrator saw the aliens landing. Okay, അപ്പം ആ സമയത്ത് എന്താണ്, ബിക്കോസ് അപ്പം ഇവരെന്താണ് നോക്ക് ചെയ്തിട്ട് ഉള്ളിൽ വന്നപ്പോൾ എന്താണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ വെൻ ദേ എൻറ്റേർഡ് ഇൻസൈഡ്, the narrator could not do anything as he was too shocked to speak. Okay, ഇതാണ് കോണ്ടെക്സ്റ്റ്. Walking a few yards from the pit, I kicked disgustedly at the dirt. Who kicked at the dirt? Jesse Owens kicked at the dirt. Why was he so disgusted? He was disgusted because he could not perform well in the trials. Describe the context. Jesse Owens and the people he knew were sure that he would win the Olympics. But when he went into the trials, he saw a new performer named Luz Long acing the jump in the first trial itself, whereas he could not reach the target even in the second jump. Okay, അപ്പം എന്താണ്, ജെസ്സി ഓവൻസ് ആദ്യം പ്രതീക്ഷയോടെയൊന്ന് വന്ന് അയാളാണ് ഫസ്റ്റ് ആവുകയെന്ന്. പക്ഷെ ലസ് ലോങ്ങിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് അയാൾ നെർവസ് ആയി. കാരണം ലസ് ലോങ് ഫസ്റ്റ് ജമ്പിൽ തന്നെ എന്താണ്, ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പക്ഷെ ജെസ്സി ഓവൻസ് എന്താണ്, 2 പ്രാവശ്യം ജമ്പ് ചെയ്തിട്ടും കൂടി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് കോണ്ടെക്സ്റ്റ്.
His purpose was to defend such areas as are generally attacked during scholastic punishments. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ലിറ്റിൽ ബോയ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ലിറ്റിൽ ബോയ് ജിമ്മി, ഐ തിങ്ക്, 1 second, സോറി, ഐ തിങ്ക് ഹിസ് നെയിം ഇസ് ജോണി. ഓക്കെ, അപ്പോൾ ഈ ജോണി എന്ന് പറഞ്ഞ കുട്ടി എന്താണ്, ഓക്കെ, ഹു ഇസ് ദ ഹീ റെഫർ ടു ഹിയർ? ജോണി എന്ന് പറഞ്ഞ കുട്ടി നമുക്ക് ഓർമ്മയുണ്ടോ? ആ പോലീസ്മാൻ എന്താണ്, പോലീസ്മാൻ ഓ ബ്രയൻ ഒരു കുട്ടീനെ ന്യൂസ് പേപ്പർ കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കുട്ടിയാണ് ജോണി. അപ്പം ജോണി എന്തിനാണ് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യൽ? ജോണി ഡ്രസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, ന്യൂസ് പേപ്പർ തിരികെ വെക്കുമായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് അടിക്കുമ്പം ആ അടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തത്. അപ്പം ഹൂ ഇസ് ദ ഹീ റെഫർ ടു ഹിയർ? ദ ഹീ റെഫർ ടു ഹിയർ ഇസ് ജോണി. വാട്ട് ഡിഡ് ഹി ഡു ടു ഡിഫെൻഡ് സച്ച് ഏരിയാസ്? He put paper inside, he put newspapers inside his uniform, inside his shirt to defend such areas. Comment on the context. അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്താണ്? കോണ്ടെക്സ്റ്റ് ആണ്, Johnny was coming home from school when he used the paper given by policeman O'Brien to ഡിഫൈൻഡ് ഹിസ് ഏരിയാസ്. അപ്പം കോണ്ടെക്സ്റ്റ് എന്താണ്? കോണ്ടെക്സ്റ്റ് ആണ്, അവനൊരു ന്യൂസ് പേപ്പർ കിട്ടിയപ്പോൾ പകുതി എന്താണ്, അവൻ്റെ ചേച്ചി എടുത്തു, ബാക്കി പകുതി എന്താണ്, അവനെടുത്തിട്ട് അത് അവൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പം അവൻ ആരുടെ മോനാണ് ഇതും കൂടി മെൻഷൻ ചെയ്തോ? ഹീ ഈസ് ദ സൺ ഓഫ് ദ ലേബർ യൂണിയൻ ലീഡർ. ഓക്കെ, ഐ യൂസ് ടു ഗോ ഫിഷിംഗ് ഇൻ വാൻകൂവർ വിത്ത് മൈ ഡാഡ് അൺടിൽ ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് അഗോ. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എല്ലാ വർഷവും ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ ഇല്ലയോ, 2 സ്റ്റോറിയിൽ നിന്ന് എന്തായാലും എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ 2 സ്റ്റോറി ഏതൊക്കെയാണ്? ന്യൂസ് പേപ്പർ സ്റ്റോറി ആൻഡ് സെവൻ സുസൂക്കി. അപ്പം ജസ്റ്റ് ഒരു ടിപ്പ് തരാം, നിങ്ങൾ സെവൻ സുസൂക്കി ആൻഡ് ന്യൂസ് പേപ്പർ സ്റ്റോറി എന്തായാലും നന്നായി ചെയ്തിട്ട് പോയിക്കോ, കാരണം ഇത് രണ്ടും ക്വസ്റ്റ്യൻ 100% വരും. ഓക്കെ, ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ദ സ്പീക്കർ ഇസ് സെവൻ സുസൂക്കി. What happened to the fish? The fish died of cancer. കോണ്ടെക്സ്റ്റ് എന്താണ്? കോണ്ടെക്സ്റ്റ് പിന്നെയും അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. സെവൻ സുസൂക്കി എവിടെ വന്നിട്ടാണ് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മെൻഷൻ ചെയ്യണം. സ്പേസ് ഷിപ്സ് ആർ ക്രോസിംഗ് സ്പേസ് അമംഗ് എ മില്യൺ വേൾഡ്സ് ബട്ട് വീൽ നെവർ ജോയിൻ ദെം. ദിസ് ഈസ് ബിക്കോസ് ഓഫ് എ സിലി മിസ്റ്റേക്ക്. അപ്പം സ്പേസ് ഷിപ്പ് മില്യൺസ് വേൾഡ്സ് ആണ് ക്രോസ് ചെയ്യുന്നത്, പക്ഷെ നമുക്കൊരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഒരു സിലി മിസ്റ്റേക്ക് കാരണമാണ്. അപ്പോൾ ആ സിലി മിസ്റ്റേക്ക് ആരാണിത് പറയുന്നത്? നരേറ്ററാണ് ഇത് പറയുന്നത്. വാട്ട് വാസ് ദ സിലി മിസ്റ്റേക്ക്? ദ സിലി മിസ്റ്റേക്ക് വാസ് ദാറ്റ് Bart Cameron, the sheriff of Twin Gulch, USA, mistook the Venusians for foreigners from Venice. Okay. കോണ്ടെക്സ്റ്റ് എന്താണ്? കോണ്ടെക്സ്റ്റ് ഇസ്, അവിടെ നിങ്ങൾ പറയാം ഇങ്ങനെ ഏലിയൻസ് വന്നിരുന്നു, ഏലിയൻസ് ഹാഡ് കം ഫ്രം വീനസ് ടു contact the sheriff and ask him to join the organization, but thinking they were from Venice, the Bart Cameron refused and was extremely rude to them. Okay, and they because of sheriff's rudeness left the earth with the promise that they would girdle earth with എന്താണ്, they would girdle earth with a warning sign. Okay, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇതിൽ. You can melt down all the gold medals and cups I have and they couldn't be plating on the 24-carat friendship. അപ്പം ഇതെന്താണ്, എല്ലാ കിട്ടിയ ട്രോഫീസ് മുഴുവൻ മെൽറ്റ് ചെയ്താലും എന്താണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തത്ര പ്രഷ്യസ് ആണെന്ന്. അപ്പം ഈ വേർഡ്സ് ആരാണ് പറയുന്നത്? ജെസ്സി ഓവൻ സ്പീക്സ് ദീസ് words. What is the friendship referred to here? The friendship referred to here is that of Luz Long and Jesse Owens. Reason എന്തുകൊണ്ടാണ് ഈ കാര്യം justified? Excuse me. The reason for this remark is that Luz Long had correctly proven അല്ലെങ്കിൽ showed the true spirit of friendship by encouraging Jesse Owens to perform well in the trials and also being happy when Jesse Owens won the Olympics the next day. Okay, അപ്പം ഇത്രയും എൻകറേജ്മെൻറ്റ്, ഇത്രയും സന്തോഷത്തോ നമ്മൾ ഒരാളെ സക്സസ്
നമ്മളെ ഫെയിലിയർ ഉണ്ടെങ്കിലും കൂടി സന്തോഷിക്കും. നമ്മൾ വേറൊരാളെ സക്സസ് കണ്ടിട്ട് അത് നമ്മളെ ഫെയിലിയർ ആണെങ്കിൽ കൂടി നമ്മളത് കണ്ടിട്ട് സന്തോഷിക്കുമ്പോൾ അതെന്താണ്, അതാണ് ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. സോ ദാറ്റ് ഈസ് വൈ ദിസ് റിമാർക്ക് ഈസ് ജസ്റ്റിഫൈഡ്. ഓക്കെ, ദ ബ്യൂട്ടി പേജ് ഗേവ് സം ടിപ്സ് ടു എ യങ് ലേഡി ടു എൻഹാൻസ് ഹർ ബ്യൂട്ടി. അതെന്തൊക്കെയാണ്? ടു whom were these tips useful? These two tips were useful to Gladys. How did she use it? She used the papers by pinning it below the inside her skirt, so that when she walked, it ruffled അല്ലെങ്കിൽ rustled like the silk. അപ്പോൾ എന്താണ്, എക്സ്പെൻസീവ് സിൽക്ക് പോലെയാണ് ഗ്ലാഡിസ് ആ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിരുന്നത്. കാരണം സ്കേർട്ടിൻ്റെ അടിയിൽ ആ പേപ്പർ വെക്കുമ്പോൾ എന്താണ്, നടക്കുമ്പം ഒരു റസ്ലിംഗ് സൗണ്ട് വരും. ആ സൗണ്ട് സാധാരണ റസ്ലിംഗ് സിൽക്കിന് മാത്രം കിട്ടുന്ന ഒരു സൗണ്ടാണ്. റീകോൾ ദ കോണ്ടെക്സ്റ്റ്, അതായത് കോണ്ടെക്സ്റ്റ് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഇത്. അപ്പം ഇവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്, ഗ്ലാഡിസ് എന്താണ് ഒരു ബ്യൂട്ടി പേജിൽ ബ്യൂട്ടി ടിപ്സ് ചോദിച്ചിട്ട് മെസ്സേജ് ഒരു എൻട്രി കൊടുത്തിരുന്നു. പക്ഷേ കുറേ സമയത്തിന് ശേഷമാണ് അവളെ ആ ക്വസ്റ്റ്യൻ ന്യൂസ് പേപ്പറിൽ പോസ്റ്റ് ആയത്. പക്ഷെ അതുവരെ എന്തായിരുന്നു ഗ്ലാഡിസ് ചെയ്യുക, ബാക്കി ആൾക്കാരെ കുശുംബിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജലസാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാഡിസ് ആ ന്യൂസ് പേപ്പർ എന്താണ് സ്കേർട്ടിൻ്റെ അടിയിൽ പിൻ ചെയ്തിട്ട് നടക്കുമായിരുന്നു. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് എന്താണ്, ഗ്ലാഡിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തോന്നി. കാരണം ഗ്ലാഡിസ് എന്താണ് അത് ചെയ്യുമ്പോൾ ഗ്ലാഡിസിൻ്റെ കോൺഫിഡൻസ് കൂടി. ആ കോൺഫിഡൻസ് കൂടുമ്പോൾ നാച്ചുറലി എന്താണ്, അവളെ ഭംഗിയും കൂടി. ഇനി ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, because they were so alive, he said, and burst into tears. Who burst into tears? Jeremy burst into tears. What is they referred to here? They are the ducks or the mallards. ഓക്കെ, മലാഡ് അല്ലെങ്കിൽ ഡക്കാണ് ഈ ദേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ 14-year-old ജെറമി വാസ് അബൌട്ട് ടു എൻറ്റർ ദ മിസ്റ്റിക്കൽ റൈറ്റ്സ് ഓഫ് ഷൂട്ടിംഗ്, but because he was such a compassionate person, he did not have the courage to shoot the birds. Okay, അപ്പം and he seeked to get his father's approval, and he thought that if he did not shoot, he would not get his approval. That is why he burst into tears. Okay, ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെന്താണ്, നെക്സ്റ്റും നമ്മൾ ഇതിന് മുമ്പേ ചെയ്ത സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 and 4 are same as the previous one. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. With their shorts and bright orange t-shirts, their athletes are proud they are sent. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോയം എന്നാണിത്. ആ പോയമിൻ്റെ പേരെന്താണ്, ദ ആൻസ് അറ്റ് ദ ഒളിമ്പിക്സ്. അപ്പോൾ ഈ ആൻസ് എന്താണ്, ബ്രൈറ്റ് ഓറഞ്ച് ടീഷർട്ടും ഷോർട്സും ഒക്കെ ഇട്ടിട്ടാണ് ഒളിമ്പിക്സിലേക്ക് പോകുന്നത്, ജംഗിൾ ഒളിമ്പിക്സിൽ. Who wears orange t-shirts? The ants wear orange t-shirts. What are they participating in? They are participating in the Jungle Olympics. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ജംഗിൾ ഒളിമ്പിക്സ് എല്ലാ വർഷവും നടക്കും. ജംഗിൾ ഒളിമ്പിക്സ് ആർ ഹെൽഡ് എവറി ഇയർ. 62 teams participate in it, but the ants, because of their small size, can never win any single event. But despite that, they participate in all the events. അപ്പം ഒന്നിലും ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതായിരുന്നു ആ സ്റ്റോറീൻ്റെയും ആ പോയമിൻ്റെയും മെയിൻ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾക്ക് അഥവാ ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.